സുഹൃത്തുക്കളെ, നമ്മുടെ കുരുമുളകിൽ PVC പൈപ്പിൽ കുരുമുളക് പിടിപ്പിക്കുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഒന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് പൈപ്പ് സെറ്റാക്കി കോൺക്രീറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ദിവസം കോൺക്രീറ്റൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വള്ളി ഇടുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളതേ ഈ ഒരു വള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? സാധാരണ നമ്മൾ കുരുമുളക് നടുന്നത് താഴെക്കൂടി പൊട്ടി വരുന്ന വള്ളിയാണല്ലേ, അതിൻ്റെ ചെന്തല എന്നൊക്കെ പറയുന്ന വള്ളിയല്ലേ നടാൻ ഉപയോഗിക്കൽ. ഞാൻ എടുത്തിട്ടുള്ളത് വള്ളിയുടെ അറ്റത്തുള്ള ടോപ്പ് ഷൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇത് ഏതാണ് ഇനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് പറയാനറിയില്ല. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് കാഴ്ച നിൽക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം കുമ്പുക്കൽ കുരുമുളകിനോട് സാമ്യമുള്ള ഒരു തിരിയാണ് ഇതിലുണ്ടാവലുള്ളത്. കുറച്ചും കൂടി നീളത്തിലുള്ള നല്ല മണിപിടുത്തവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല തൂക്കം കിട്ടുന്ന നല്ലൊരു മുളകാണ്. ഇതിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്ത വീഡിയോ. അപ്പോൾ അതൊന്ന് പോയി കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതാണ് ഐറ്റം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരട്ടോ. എന്തായാലും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ്. ഇതിൻ്റെ ഇലക്കൊന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നല്ല കട്ടിയുള്ള ഇലകളും അതുപോലെ തന്നെ ഇതിൻ്റെ കളറ്, ഇലയുടെ കളറ് വെക്ക് നല്ല ഡാർക്ക് ഗ്രീനായിട്ട് നല്ല ഡാർക്കിൽ വരുന്ന ഇലകളും. ഇതുപോലത്തെ ഒരു ഡാർക്ക് കളറ് ഇലയിൽ ഉണ്ടാവുന്ന കുരുമുളക് ഞാൻ തൊട്ടടുത്തൊന്നും ഇവിടെ കണ്ടിട്ടില്ല. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ മുളകും നല്ല മുളകാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഷൂട്ടാണ് ഞാൻ PVCയിൽ നടാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നടുന്നൊരു വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് ഉറച്ചിട്ടുണ്ട്. ഇതിൻ്റെ 4 പുറം നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കോഴിവളം ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, വളരെ കുറച്ച് വളം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്കിതിൽ വേര് പിടിച്ച് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളം ചെയ്യാം. അപ്പോൾ ഈ ഒരു വള്ളിയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന മഴക്കാലം തുടങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ കുരുമുളക് തൈ ഈ ഒരു ഐറ്റം, അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഐറ്റം കൂടി ഒരു പുതിയൊരു ഐറ്റം കൂടി നമ്മളെ കയ്യിലുണ്ട്. അതായത് നമ്മൾ കൊടുകുന്ന് ഒരു ഫാമിലി ഇവിടെ കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു വള്ളി ഉണ്ട്. അതിന് നമുക്ക് കുറച്ച് വള്ളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് പിടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ഇതേപോലെ തന്നെ നല്ലൊരു ഐറ്റം കുരുമുളകാണ്. അതും കൊടുകിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ ഈ ഒരു 2 ഐറ്റം കുരുമുളക് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ 2 ഐറ്റം കുരുമുളകിൻ്റെ തൈകൾ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വരുന്ന മഴക്കാലത്തോടു കൂടി കുറച്ച് കൂടുതൽ തൈകൾ നമുക്ക് സെയിലിന് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഒക്കെ നമുക്ക് വൈകാതെ ചെയ്യാട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, തൈകൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ തൈകൾ, ആവുന്ന തൈകൾ, കൂടുതൽ തൈകളൊന്നുമില്ല, നമുക്കിതിന്ന് വള്ളി കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് തൈകളാവുള്ളൂ. അപ്പോൾ ആവുന്ന വള്ളികൾ നമുക്ക് ആദ്യം ബുക്ക് ചെയ്ത് ആദ്യം പറഞ്ഞിട്ടവർക്ക് എന്ത് ചെയ്യുക, തൈകൾ എത്തിച്ചു കൊടുക്കുക, കൊറിയർ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നടുന്ന വീഡിയോ കാണാം. കുറച്ച് കോഴിവളം നമുക്ക് ആഡ് ചെയ്തിട്ടേ ഇത് നട്ടു കൊടുക്കട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോൺക്രീറ്റ് ചെയ്തൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ഇതിന് 4 പുറമുള്ള മണ്ണ് നന്നായിട്ട് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. മണ്ണ് നന്നായിട്ടേ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക,
കുറച്ച് കോഴിവളം ആഡ് ചെയ്തിട്ടേ നമുക്ക് വള്ളി വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കോഴിവളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണ് നല്ലോണം ഇളക്കിയതിന് ശേഷമേ വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. എന്താണെന്നറിയോ, ബാക്കി നമുക്ക് ഇത് പിടിച്ച് കിട്ടിയിട്ട് വേര് പിടിച്ചതിന് ശേഷം വളങ്ങളൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചൂട് കയറി കഴിഞ്ഞാലേ വള്ളി പിടിക്കൂല. അപ്പോൾ വളരെ കുറച്ച് കോഴിവളം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചാല് പോലെ ഇങ്ങനെ കീറി കൊടുത്തിട്ടേ അതിലേക്ക് നമുക്ക് വള്ളി വെച്ച് കൊടുത്തിട്ട് മൂടാം. പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ഷൂട്ടാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2 തലയാണ് നമുക്ക് കിട്ടിയത്. ടോപ്പ് ഷൂട്ടാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ വള്ളി കിട്ടണേ നല്ല പ്രയാസമാണ്, കയറി എടുക്കണ്ടേ മേലെ. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള 1-2 ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ കുറച്ച് ഇലകൾ കട്ട് ചെയ്ത് കളയാം. മുകളിലുള്ള ഒരു ഇല മാത്രം നിർത്തിയാൽ മതി. ഈ ടോപ്പ് ഷൂട്ട് ആകുമ്പോൾ എന്താ അറിയോ, ഇതിൻ്റെ താഴെ മുതൽ തന്നെ മുളക് കായ്ച്ചു തുടങ്ങും. മാത്രമല്ല പെട്ടെന്ന് റിസൾട്ടും കിട്ടും, പെട്ടെന്ന് കായ്ച്ചു തുടങ്ങും. അപ്പോൾ 2 തലയാണ് നമുക്ക് കിട്ടിയത്. എപ്പോഴും വള്ളി എടുക്കുമ്പോൾ മിനിമം ഈ ഒരു നീളത്തിലേലും എടുക്കണം കേട്ടോ. ഒരു 3 കമ്പയിലും മണ്ണിൻ്റെ താഴെ പോകണം, എന്നാലുള്ളൂ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുക. ഇത് നമുക്ക് വെച്ച് കൊടുത്ത് കുറച്ച് മണ്ണ് നീക്കിയിട്ട് കൊടുക്കട്ടെ. ഒരു പാളയുടെ കയറെന്തെങ്കിലും ചീന്തിട്ടേ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. പ്ലാസ്റ്റിക് കയറായാലും കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ. ഇനി നന്നായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ മുള വന്ന് തുടങ്ങും. പിന്നെ ഈ സമയത്ത് വെക്കുമ്പോൾ, മഴക്കാലത്ത് വെക്കുന്ന പോലെയല്ല, ഈ സമയത്ത് വെക്കുമ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് നനച്ചു കൊടുക്കും വേണം. അതുപോലെ എന്തെങ്കിലും ഡയറക്റ്റ് വെയിലടിക്കുന്നതിന് ഒരു മരം എന്തെങ്കിലും കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ കെട്ടാൻ പറ്റിയതേ പാള വെച്ച് കെട്ടിയാലും മതി. കവുങ്ങിന്ന് വീഴുന്ന പാളല്ലേ, അത് വെച്ചിട്ട് ഒന്ന് ഒരു മറ കൊടുക്കണം. എന്നിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ പിടിച്ച് കിട്ടും. അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടേ ഇനി ദിവസം 2 നേരം നനച്ചു കൊടുക്കണം കേട്ടോ, ഇത് പിടിച്ച് കിട്ടുന്ന വരെ. ഇനി ഒരു 10-15 ദിവസം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ച് വന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ.